വെൽക്കം ടു കാലിക്കറ്റ് ക്യുസീൻ. ഞാൻ ഷജിന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്തൂരി ടൈഗർ പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണിത്. ഇങ്ങനെയുള്ള വെറൈറ്റി റെസിപ്പീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 1/2 കിലോ വലിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ ചെമ്മീൻ തന്നെ എടുക്കാൻ നോക്കണേ. ഇനി ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ തല ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തല ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ തലയോട് കൂടി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയുള്ളത്. ഈ തലേൻ്റെ മേലെയുള്ള ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലെഗുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇതിൻ്റെ വാൽഭാഗത്തായിട്ട് ഒരു ഷാർപ്പായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ചെമ്മീൻ്റെ തൊലി ഒന്ന് കളയാനായിട്ട് അതിൻ്റെ തൊലി ഭാഗം ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം അതിൻ്റെ വാൽഭാഗം അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തൊലി മാറ്റുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ചെമ്മീൻ്റെ തലഭാഗവും വാൽഭാഗവും അവിടെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഷെല്ലൊന്ന് ഇളക്കി മാറ്റാം. അടുത്തതായി ഒരു സിസറോ കത്തിയോ ഉപയോഗിച്ച് ഈ ചെമ്മീൻ്റെ മിഡിൽ ഭാഗത്തായിട്ടുള്ള ഈ കറുപ്പ് നിറത്തിലുള്ള വേസ്റ്റ് ഒന്ന് കളയാം. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കളയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വലിയ ചെമ്മീനാവുമ്പം അതിൻ്റെ അടിഭാഗത്ത് കൂടി ഇങ്ങനെയുള്ള കറുപ്പ് നിറത്തിലുള്ള വേസ്റ്റ് ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അവസാനമായി ചെമ്മീൻ്റെ തലഭാഗം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഇങ്ങനെ വ്യക്തമാക്കി പറയുന്നത്. ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഞാൻ ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാനിത് സ്ക്യൂവറിൽ കുത്തിയെടുക്കുകയാണ്. ചെമ്മീൻ കഴുകിയതിന് ശേഷം സ്ക്യൂവറിൽ കുത്തിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തലയൊക്കെ സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്ക്യൂവറിൽ കുത്തിയതിന് ശേഷം ഞാനിത് കഴുകിയെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെമ്മീൻ്റെ വാൽഭാഗത്ത് കൂടെ വേണം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കാനായിട്ട്. പതുക്കെ സ്റ്റിക്ക് തലഭാഗത്ത് കൂടെ വരുന്ന രൂപത്തിൽ ഇതേപോലെ കുത്തിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് സ്ക്യൂവറിലാക്കുന്നത് വരെയുള്ളതിനാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചെമ്മീനും കൂടെ സ്ക്യൂവറിലാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീനിൽ പുരട്ടാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു പകുതി നാരങ്ങയുടെ നീര്, 1/2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ചെമ്മീനെല്ലാം നന്നായിട്ട് കഴുകി അതിൽ വെള്ളമെല്ലാം കളഞ്ഞെടുത്താണിത്. ഇനി ഓരോ ചെമ്മീനായിട്ട് എടുത്തിട്ട് അതിൽ ഈ മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. മുഴുവൻ ചെമ്മീനും മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ഈ ചെമ്മീന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടോപ്പ് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് 4-5 മിനിറ്റ് വരെ അത് സ്മോക്ക് വയ്ക്കാൻ വെക്കുക. ചൂടായ ഗ്രിൽ പാനിലേക്ക്, ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ ഫ്രൈ പാൻ ആയാലും മതി, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 4-5 ചെമ്മീൻ വെച്ച് കൊടുക്കാം. സ്ക്യൂവറിൽ കുത്തിയതുകൊണ്ട് തന്നെ ഒരുപാട് ചെമ്മീൻ ഒരുമിച്ചിടാൻ കഴിയില്ല. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണേ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അവസാനമായിട്ട് ഇതിൽ കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ തന്തൂരി ടൈഗർ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.